ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. കണ്ടന്റ് സ്ലോട്ട്. പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റ് ഇസ് എ ഗുഡ് ഐഡിയ ഇൻ എ ഡൈവേഴ്സ് കൺട്രി വിത്ത് മിരിയാഡ് ഇഷ്യൂസ്. അപ്പോൾ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും മതങ്ങളും അതുപോലെ തന്നെ ഹീറ്റഡ് ആയിട്ടുള്ള ഡിബേറ്റ്സും പല ഇഷ്യൂസും നടക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ TV ചാനൽസ് വഴിയൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ കണ്ടൻറ് ഓറിയൻറ്റഡ് കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്തുകൊണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഇറക്കിയിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്. ട്വീക്കിംഗ് ഗൈഡ് ലൈൻസ് ഫോർ ടെലിവിഷൻ ചാനൽസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. ദി യൂണിയൻ ക്യാബിനറ്റ് ഹാസ് ലെയ്ഡ് ഡൗൺ സം നോംസ് ഓൺ കണ്ടൻറ് ആസ് വെൽ. പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് TVകളിൽ നിന്നൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റിന് ഒരു ചില നോംസ്, ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ലോ ഉണ്ടാക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷനും കൂടെ പറയുന്നുണ്ട്. ഇൻ ദ ടൈം ഓഫ് പോളറൈസിങ് ഒപ്പീനിയൻസ്, പല രീതിയിലും എക്സ്ട്രീം ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉള്ള സമയത്ത്, ഹീറ്റഡ് ഡിബേറ്റ്സ് ആൻഡ് നാരോ ടാർഗറ്റിംഗ് ഓഫ് ഐഡിയാസ് ഓൺ ടെലിവിഷൻ, it is said wherever applicable the channels would have to broadcast content on themes of national importance and socially relevant issues for at least 30 minutes every day. ഇപ്പോൾ ഇത്രയധികം പോളറൈസിംഗ് ആയിട്ടുള്ള ഐഡിയാസും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സമയത്ത്, ഭയങ്കരമായിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യം എന്ന രീതിയിൽ പല അഭിപ്രായങ്ങളും ചെറിയ കാര്യങ്ങളിൽ പോലും ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള കാലത്ത്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലത്ത് 30 മിനിറ്റെങ്കിലും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കണ്ടൻറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം എന്ന നോമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഗൈഡ് ലൈൻ്റെ പേര് ദ ഗൈഡ് ലൈൻസ് ഫോർ അപ്ലിങ്കിങ് ആൻഡ് ഡൗൺലിങ്കിങ് ഓഫ് സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനൽസ് ഇൻ ഇന്ത്യ 2022. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താ, എയർ വേവ്സും ഫ്രീക്വൻസീസൊക്കെ പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റീൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ വേണം ആ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എന്നതാണ് പറയുന്നത്. ദ തീംസ് ദാറ്റ് ഹാവ് ബീൻ പിക്ഡ് ഔട്ട് ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ, സ്പ്രെഡ് ഓഫ് ലിറ്ററസി, അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, വെൽഫെയർ ഓഫ് വുമൺ, വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് നാഷണൽ ഇൻറ്റഗ്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും തീംസിൽ വേണം 30 മിനിറ്റ് ഒരു കണ്ടൻറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. എന്തിനാണ് ഇതിൻ്റെ ബേസ്? എന്താണ് ഈ ബേസ് എന്ന് പറയുന്നത്? എന്താണ്, നാഷണൽ ഇൻറ്റഗ്രിറ്റിക്കും അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ. കാരണം ഡൈവേഴ്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുള്ളൊരു സ്ഥലത്ത് ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഏറ്റവും അവയർനെസ് ആവശ്യമുള്ള ടോപ്പിക്സിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പബ്ലിക് ബ്രോഡ്കാസ്റ്റ് ടെലിവിഷൻസിനൊക്കെ ഒരു നോംസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ ഉണ്ട്, അതിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്, വെൽഫെയർ ഓഫ് വുമൺ ഉണ്ട്, അതുപോലെ തന്നെ വീക്കർ സെക്ഷൻസിന് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ വീക്കർ സെക്ഷൻ്റെ എമാൻസിപ്പേഷൻ, അവരുടെ അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻറ്റഗ്രേഷൻ, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് തീംസായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദീസ് ആർ ദ സബ്ജക്ട്സ് ഓൺ വിച്ച് എ ലോട്ട് മോർ അവയർനെസ് ഇസ് നെസസറി. ഇതിലാണ് ഒരു അവയർനെസ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗൈഡ് ലൈൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഫ്രം ടൈം ടു ടൈം ഇഷ്യൂ എ ജനറൽ അഡ്വൈസറി ടു ദ ചാനൽസ് ഫോർ ടെലികാസ്റ്റ് ഓഫ് കണ്ടന്റ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് ദ ചാനൽ ഷാൽ കംപ്ലൈ വിത്ത് ദ സെയിം. അപ്പോൾ കാണുമ്പോൾ എന്താണ്, ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഒരു കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആവശ്യമാണ്. കാരണം നാഷണൽ ഇൻറ്റഗ്രിറ്റിക്കൊക്കെ ആവശ്യമാണ്. അതിൻ്റെ കൂടെ ഇതിലൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പബ്ലിക് മീഡിയ റെഗുലേറ്റ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ചാൻസ് കിട്ടുകയാണ് ഇങ്ങനെ ഒരു നോമിൽ. അതായത് ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഫ്രം ടൈം ടു ടൈം ഇഷ്യൂ ജനറൽ അഡ്വൈസർ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ കംപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമാണ്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു വാച്ച് ഉണ്ടാക്കുക അല്ലേ, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് അനദർ വേ ടു സിഗ്നൽ ദാറ്റ് ഇറ്റ് വിൽ കീപ്പ് എ വാച്ച്ഫുൾ ഐ ഓൺ ദ മീഡിയ. മീഡിയയിൽ ഒരു വാച്ച്ഫുൾ ഐ, ഒരു കണ്ണെപ്പോഴും ഉണ്ടാവും, ഒരു സർവൈലൻസ് എപ്പോഴും ഉണ്ടാവും എന്നതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയേണ്ടത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ആസ് ഫോർ ദ 30 മിനിറ്റ് പബ്ലിക് സർവീസ് സ്ലോട്ട്, Information and Broadcasting Secretary Apurva Chandra has said that stakeholders will be consulted regarding the modalities which will have to be sorted out. എന്തൊക്കെ രീതിയിലാണ് ഇത് സംപ്രേഷണം ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്, അങ്ങനെ ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന സമയത്ത് അതിനൊരു ഫോർമാറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്. കാരണം അത് ഇനീഷ്യൽ സ്റ്റേജ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആക്ച്വലി അതിൻ്റെ പോസിറ്റീവ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള ഇൻറ്റഗ്രിറ്റിക്കും നമ്മുടെ കൾച്ചർ ഹെറിറ്റേജിനും അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസിൻ്റെ അവെയർനെസ്സിനൊക്കെ ഇങ്ങനൊരു 30 മിനിറ്റ്സ്, നിർബന്ധമായി 30 മിനിറ്റ്സ് പെർ ഡേ ഒരു കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുന്നത്, ഈ പറഞ്ഞ റെഗുലേഷന് സാധ്യതയുണ്ട്. മീഡിയേൻ്റെ മുകളിൽ കണ്ടൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സർക്കാരിന് റെഗുലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടമാവും എന്നുള്ളത് അറിയണം. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ ഗൈഡ് ലൈൻസ് കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പറയുന്നത്.